നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കണതേ പ്രഷർ കുക്കറിലാണ് ഉപ്മാവ് ഉണ്ടാക്കിയെടുക്കണത്. ബെൻസി റവ കൊണ്ടുള്ള ഉപ്മാവാണ്. ബെൻസി റവ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടും ബെൻസി റവയും സാധാരണ റവയും തമ്മിലുള്ള വ്യത്യാസം അറിയാത്തവർക്ക് വേണ്ടിയിട്ടും അത് പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം കേട്ടോ. ഈ ബെൻസി റവ എന്ന് പറഞ്ഞ റവ പ്രത്യേക തരം ഡുറം എന്ന് പറഞ്ഞ ഒരു ഇനം ഗോതമ്പിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. സാധാരണ റവയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഗോതമ്പിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ബെൻസി റവയ്ക്ക് ചെറിയൊരു മഞ്ഞ അല്ലെങ്കിൽ തവിട്ട് നിറമായിരിക്കും. നമ്മുടെ സാധാരണ നോർമൽ റവയ്ക്കാണെങ്കിൽ നല്ല വെളുത്ത നിറമായിരിക്കുമല്ലോ. വലിപ്പത്തിന്റെ കാര്യത്തിലും വ്യത്യാസമുണ്ട്. ബെൻസി റവ കൂടുതൽ തരിതരിപ്പുള്ളതായിരിക്കും. സാധാരണ റവയാണെങ്കിൽ അത് നല്ല മൃദുവായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ളതാണല്ലോ. ആരോഗ്യ ഗുണങ്ങളിലും ഉണ്ട് വ്യത്യാസം. ബെൻസി റവ അധികം സംസ്കരിച്ചിട്ടുണ്ടാവില്ല, ലെസ് പ്രോസസ്ഡ് ആയതുകൊണ്ട് തന്നെ ഫൈബറും പോഷകങ്ങളും ബെൻസി റവയിൽ കൂടുതലായിരിക്കും സാധാരണ റവയെക്കാളും. പാചകം ചെയ്യുന്നതിലും ബെൻസി റവ കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് വിട്ട് വിട്ട് കിട്ടും. സാധാരണ റവയാണെങ്കിൽ ഉപ്മാവിന് നല്ലതാണ്, പക്ഷെ കേസരി ഹൽവയ്ക്കും കൂടി നല്ലതാണ്. ബെൻസി റവയാണെങ്കിൽ ഉപ്മാവിന് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. സ്വാദിനും ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഉണ്ടാക്കാൻ പോണ ബെൻസി റവ ഉപ്മാവിന് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, ക്യാരറ്റ്, പിന്നെ ക്യാബേജോ ബീട്രൂട്ടോ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ആദ്യം പ്രഷർ കുക്കർ എടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, വറുത്തിടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കടുകും 2 ടീസ്പൂൺ അളവിൽ കടലപ്പരിപ്പുമാണ് എടുത്തിട്ടുള്ളത്. പൊട്ടുകടലയല്ല കേട്ടോ, കടലപ്പരിപ്പ്. നന്നായിട്ട് വറുത്ത് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, ക്യാരറ്റ്, അതുപോലെ ഉള്ളി ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴട്ടി കൊടുക്കുക. ഒരു പകുതി വേവാവണ സമയത്ത് വേണം നമുക്ക് ഈ വെജിറ്റബിൾസിലേക്ക് മാത്രമുള്ള ഉപ്പ് അല്പം ചേർത്ത് കൊടുക്കാം. വല്ലാതെ ബ്രൗൺ നിറം ആവണത് വരെ നമുക്ക് മുരിയിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ റവ എടുക്കണം. ഇപ്പൊ ഞാനിപ്പോ പൊൻകതിറിന്റെ എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ. ഈ ബെൻസി റവ ഏത് ബ്രാൻഡിന്റെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ, ഒരു പ്രശ്നവും ഇല്ല. ഇനി റവയും വെള്ളവും തമ്മിലുള്ള ഒരു അളവ് എന്ന് പറയുന്നത്, ഞാനിപ്പോ 2 ഗ്ലാസ് അളവിലാണ് റവ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ 2 ഗ്ലാസ് പ്ലസ് ഒരു 1.5 ഗ്ലാസ് എക്സ്ട്രാ വെള്ളം എടുക്കണം. അതായത് 2 കപ്പ് റവയ്ക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 3.5 ഗ്ലാസ് വെള്ളമാണ്. അത് 4 ഗ്ലാസ് വരെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ആദ്യം വെള്ളമല്ല ഒഴിക്കേണ്ടത്. ഈ വെന്ത് വന്ന വെജിറ്റബിൾസിലേക്ക് റവ ചേർത്തിട്ട് 1-2 മിനിറ്റ് നേരം സിമ്മാക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം എല്ലാം കൂടി മിക്സ് ആയതിനു ശേഷം വേണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഒഴിക്കാൻ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ട് ഒറ്റ വിസിലടിക്കുക. ആ ഒരു വിസിലിന്റെ പ്രഷർ മുഴുവനും പോയതിനു ശേഷം തുറന്നു നോക്കുമ്പോൾ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുള്ള ഉപ്മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇനി മുതൽ ഈ വെള്ളത്തിന്റെ അളവ് ശരിയായിട്ട് വരാത്ത ആൾക്കാർ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ നോർമൽ റവയുടെ കാര്യമല്ല ഞാൻ പറയണേ, ബെൻസി റവയുടെ ആണ് കേട്ടോ. എപ്പോഴും നമ്മൾ എടുക്കണ എത്ര കപ്പാണോ റവ അതിനേക്കാളും 1.5 ഗ്ലാസ് അളവിൽ വെള്ളവും കൂടി കൂട്ടിയെടുത്തിട്ട് നിങ്ങളൊന്ന് ഉപ്മാവ് ഉണ്ടാക്കി നോക്കിക്കോളൂ, കറക്റ്റായിട്ട് വരും. ഇനി തേങ്ങ ചേർക്കേണ്ടവർക്ക് തേങ്ങ ചേർത്ത് ഉപ്മാവ്, തേങ്ങ ഇഷ്ടമല്ലാത്തവർക്ക് ഇതുപോലെ ഉപ്മാവ് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് നല്ലോണം പച്ചക്കറിവേപ്പിലയും ചിരകിയ തേങ്ങയും കൂടി ഒന്ന് ചൂടിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പൊ തന്നെ കണ്ടോ, നല്ല ഉലർന്നിട്ടുള്ള ഉപ്മാവാണ് നമുക്ക് ഉള്ളത്. ഇനി ഒന്നും കൂടി ഇത് ഉലർന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ പാത്രപാകം എന്ന് പറഞ്ഞിട്ടൊരു പാകമുണ്ട്. അതായത് ഈ പ്രഷർ കുക്കർ ഒന്നും കൂടി മൂടിയിട്ട് അടച്ചങ്ങനെ വെക്കുക. കുറച്ച് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ആ തേങ്ങയൊക്കെ വെന്ത കറിവേപ്പിലയുടെ ഒക്കെ നല്ലൊരു വാസനയും വരും. ഒന്നും കൂടി ഉലർന്നിട്ടും ഉണ്ടാവും കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.